നമസ്കാരം, ഞാൻ മബിത മജീദ്. SDPY IT-യിലെ 1ാം വർഷ അധ്യാപക വിദ്യാർത്ഥിനിയാണ്. പരിസര പഠനത്തിന്റെ ഭാഗമായി ഞാനും എൻ്റെ നാടും എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കിയുള്ള ഒരു വ്ലോഗാണ് നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. എറണാകുളത്തെ പള്ളുരുത്തി എന്ന ഈ കൊച്ചു പ്രദേശമാണ് എൻ്റെ ജന്മനാട്. ഏവർക്കും പള്ളുരുത്തിയിലെ ഈ കൊച്ചു വ്ലോഗിലേക്ക് സ്വാഗതം. പള്ളുരുത്തി കൊച്ചിയുടെ ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സാമൂഹിക മത സാംസ്കാരിക ചരിത്രം ഉളവാക്കിയ സമുദായത്തിന്റെ ഭാഗമാണ്. സമുദായങ്ങൾക്ക് തമ്മിൽ സഹവർത്തിത്വത്തിൽ ജീവിക്കാൻ പറ്റിയ സാഹചര്യം സൃഷ്ടിച്ച ഈ പ്രദേശം കേരള നവോത്ഥാനത്തിലും സാമൂഹിക പരിഷ്കാരങ്ങളിലും നിർണായക പങ്കുവഹിച്ചു. എറണാകുളം ജില്ലയിലെ കൊച്ചിയുടെ പടിഞ്ഞാറ് ഭാഗത്ത് കായലുകൾക്കും ചുരുങ്ങിയ നിലത്തെ കരഭാഗങ്ങൾക്കും ഇടയിലായാണ് ഈ പ്രദേശം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ മതവിഭാഗങ്ങൾ സഹവർത്തിത്വത്തിൽ ജീവിക്കുന്നു. പള്ളുരുത്തി എന്ന് കേൾക്കുമ്പോൾ തന്നെ പ്രദേശവാസികളുടെ മനസ്സിൽ ആദ്യം എത്തുന്നത് ശ്രീ ഭവാനീശ്വരൻ തന്നെയാണ്. ഇന്നത്തെ എൻ്റെ ഈ വ്ലോഗ് ശ്രീ ഭവാനീശ്വരൻ്റെ തിരുസാന്നിധ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. ഈ പ്രദേശത്തിലെ ആദ്യത്തെ ക്ഷേത്രമായ ശ്രീ ഭവാനീശ്വര മഹാക്ഷേത്രം 1916 മാർച്ച് 8 ശ്രീനാരായണ ഗുരു പ്രതിഷ്ഠിച്ച ക്ഷേത്രമാണ്. ഇത് ശ്രീധർമ്മ പരിപാലന യോഗത്തിന്റെ കീഴിലാണ് പ്രവർത്തിക്കുന്നത്. ഈ ക്ഷേത്രം സാമൂഹിക സമത്വത്തിന്റെയും മതസൗഹൃദത്തിന്റെയും പ്രതീകമായി കണക്കാക്കപ്പെടുന്നു. എല്ലാവർക്കും ഒരേ ദേവാരാധന അവകാശം വേണമെന്ന് ശ്രീനാരായണ ഗുരു വിശ്വസിക്കുകയും ജാതിയുടെയും മതവിശ്വാസങ്ങളുടെയും അധീനതയിൽ നിന്നും മോചനം നേടുകയും വേണമെന്ന ആഗ്രഹമായിരുന്നു അദ്ദേഹത്തിന്. ശുദ്ധമായ ആത്മീയതയുടെയും ധാർമ്മികതയുടെയും ആധാരമായ ഈ ക്ഷേത്രം ആൾക്കൂട്ടത്തിൽ ആത്മബോധമുണർത്തുകയും സമൂഹ പരിഷ്കരണത്തിന് ഉദാഹരണമായി തീരുകയും ചെയ്തു. ഈ ക്ഷേത്രത്തിന്റെ പ്രധാന ആകർഷണം കുംഭമാസത്തിലെ ഭരണി നക്ഷത്രത്തിൽ കൊടിയേറി ആരംഭിക്കുന്ന ഉത്സവമാണ്. தேடும் பார்வை எண்ணம் பாடும் கார்வை வண்ணம் கூடும் கோர்வை எண்ணம் தமிழ் பூந்தென்றனோ. தேடும் பார்வை எண்ணம் பாடும் கார்வை வண்ணம் கூடும் கோர்வை எண்ணம் தமிழ் பூந்தென்றனோ. உன்னை நாடும் மனம் இங்கு பாடும் வனம் எலை தேடும் தினம் என் ആദ്യത്തെ സ്കൂൾ ശ്രീധർമ്മ പരിപാലന യോഗത്തിന്റെ കീഴിലുള്ള SDPY LPS തന്നെയായിരുന്നു. 1919 ഇത് ആരംഭിച്ചത്. ആദ്യ തലവനായിരുന്ന ശ്രീ നാരായണ പിള്ളയുടെ നേതൃത്വത്തിൽ ആയിരുന്നു 1ാം ക്ലാസ് 2ാം ക്ലാസ് എന്നിങ്ങനെ പ്രവർത്തനം ആരംഭിച്ചത്. അതിനുശേഷം 1925 സ്കൂൾ പൂർണ്ണമായും കാര്യക്ഷമമായി മാറി. 1950 SDPY ഹൈസ്കൂൾ സ്ഥാപിതമായി. ആദ്യ തലവനായിരുന്ന ശ്രീജി ഗോവിന്ദ കൈമളിന്റെ നേതൃത്വത്തിലായിരുന്നു. 1970 ഈ ഹൈസ്കൂൾ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പ്രത്യേകം സ്കൂളുകളായി വിഭജിച്ചു. ഞാൻ എൻ്റെ വിദ്യാഭ്യാസം ആരംഭിച്ചതും ഇന്ന് വിദ്യാർത്ഥിനിയായി തുടരുന്നതും SDPYയിൽ തന്നെയാണ്. ഇതാണ് എൻ്റെ കോളേജ്, SDPY ITE. കേരളത്തിലെ തന്നെ അധ്യാപക പരിശീലനത്തിന് ഏറ്റവും മുൻനിരയിൽ നിൽക്കുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണിത്. DLED കോഴ്സ് പൂർത്തിയാക്കി അധ്യാപകരാകാൻ ആഗ്രഹിക്കുന്ന എല്ലാ കുട്ടികൾക്കും മികച്ച അവസരങ്ങൾ ഒരുക്കുന്ന ഒരു സ്ഥാപനമാണ് SDPY ITE. ആധുനിക വിദ്യാഭ്യാസത്തിൽ ഇന്ന് SDPY സെൻട്രൽ സ്കൂൾ കണ്ണമാലി പോസ്റ്റിൽ സ്ഥിതി ചെയ്യുന്ന CBSE അംഗീകൃതമായ ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ്. SDPY സ്കൂളുകൾ ശ്രീനാരായണ ഗുരുവിന്റെ സമത്വ ദർശനത്തെ അടിസ്ഥാനമാക്കി വിദ്യാഭ്യാസം വഴി സാമൂഹിക മാറ്റത്തിനും പുരോഗതിക്കും നേതൃത്വം നൽകുന്ന സ്ഥാപനങ്ങളായി നിലകൊള്ളുന്നു. ഇന്നീ സ്ഥാപനങ്ങൾ അതിന്റെ വിദ്യാഭ്യാസ നിലവാരത്തിലൂടെ പ്രശസ്തമാണ്. അടുത്തതായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിക്കുന്നത് പള്ളുരുത്തിയിലെ പൊതുജനങ്ങളുടെ ആരോഗ്യ കേന്ദ്രമായിട്ടുള്ള പള്ളുരുത്തി കച്ചേരിപ്പടിയിലെ സർക്കാർ ആശുപത്രിയാണ്. 1996 നവംബർ 25 പള്ളുരുത്തിയിലെ സാധാരണക്കാരും പ്രദേശവാസികളുമായ ജനങ്ങൾക്കു വേണ്ടി ഈ ആശുപത്രി സ്ഥാപിച്ചത്. കേരളത്തിലെ അപ്പോഴത്തെ ആരോഗ്യവകുപ്പ് മന്ത്രി AC ഷൺമുഖദാസ് സാർ ആയിരുന്നു ഉദ്ഘാടനം ചെയ്തത്. കൊച്ചി നഗരസഭയിലെ പ്രധാന ആരോഗ്യ കേന്ദ്രങ്ങളിൽ ഒന്നാണിത്. 2024 ഡിസംബർ 1 ഡയാലിസിസ് സെന്ററും ആധുനിക ലബോറട്ടറിയും ആരോഗ്യവകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്തു. ഈ ആശുപത്രി എറണാകുളം ജില്ലയിലെ ആരോഗ്യവകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്നതും പൊതുജനങ്ങൾക്കായി മികച്ച സേവനങ്ങൾ നൽകുന്നതുമായ സ്ഥാപനം. അടുത്തതായി പള്ളുരുത്തിയിലെ പ്രധാന സ്ഥാപനങ്ങളിൽ ഒന്നായിട്ടുള്ള റിലീഫ് സെറ്റിൽമെന്റ് ആണ്. 1940 കൊച്ചിയിലും സമീപ പ്രദേശങ്ങളിലും നിരാശ്രിതരും ഭിക്ഷാടകരും തെരുവിൽ താമസിക്കുന്നതുമായിട്ടുള്ള ഒത്തിരി അനവധി വിഭാഗങ്ങൾ ഉണ്ടായിരുന്നു. ഈ സാഹചര്യത്തിൽ സർക്കാരിന്റെ ഇടപെടൽ അനിവാര്യമായിരുന്നു. ഇതേ തുടർന്നാണ് 1941 കൊച്ചി മഹാരാജാവ് പള്ളുരുത്തി സെറ്റിൽമെന്റ് സ്ഥാപിച്ചത്.
പള്ളുരുത്തിയിലെ റിലീഫ് സെറ്റിൽമെന്റ് ഇന്ന് കൊച്ചിൻ കോർപ്പറേഷന്റെ കീഴിലായി പ്രവർത്തിക്കുന്നു. അനാഥർക്ക് അഭയവും സംരക്ഷണവും ഉറപ്പുവരുത്തുക, ഭിക്ഷാടകരെ പുനരധിവസിപ്പിക്കുക, മനോരോഗബാധിതർക്ക് ചികിത്സയും പരിപാലനവും ഉറപ്പുവരുത്തുക, അതോടൊപ്പം സാമൂഹികമായി വിട്ടുനിൽക്കുന്നവരെ സംരക്ഷിക്കുക എന്നതെല്ലാമാണ് ഈ ഒരു സ്ഥാപനത്തിന്റെ ലക്ഷ്യമായി വരുന്നത്. പള്ളുരുത്തി അഴകിയകാവ് ഭഗവതി ക്ഷേത്രം കൊച്ചിയിലെ പുരാതനവും സാമൂഹികമായി പ്രാധാന്യമുള്ള ക്ഷേത്രങ്ങളിൽ ഒന്നാണ്. ഭദ്രകാളിയെ പ്രധാന ദേവിയായി ആരാധിക്കുന്ന ഈ ക്ഷേത്രത്തിൽ 16 കൈകളുള്ള ദേവിയുടെ 4 അടി ഉയരമുള്ള ദാരുവിഗ്രഹം സ്ഥാപിച്ചിരിക്കുന്നു. ക്ഷേത്രം കിഴക്ക് ദിശയിലേക്കാണ് മുഖം നോക്കിയിരിക്കുന്നത്. പ്രതിദിനം 5 പൂജകൾ ഇവിടെ നടത്തപ്പെടുന്നു. അഴകിയകാവ് ക്ഷേത്രത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും ശ്രദ്ധേയമായത് പുലവാണിഭം എന്ന വാർഷിക വിപണിയാണ്. 18-ാം നൂറ്റാണ്ടിന്റെ അവസാനം പള്ളുരുത്തിയിലുള്ള പുലയ സമുദായത്തിൽപ്പെട്ടവർക്ക് ചെറിയ പനി ബാധിച്ചപ്പോൾ ക്ഷേത്രദേവിയെ ആരാധിക്കാൻ അവർ ശ്രമിച്ചു. എന്നാൽ അന്നത്തെ ജാതി വ്യവസ്ഥയുടെ പശ്ചാത്തലത്തിൽ അവർക്ക് ക്ഷേത്രത്തിൽ പ്രവേശനം നിരോധിക്കപ്പെട്ടിരുന്നു. ഇത് പരിഹരിക്കാൻ കൊച്ചി രാജാവ് ധനുമാസത്തിലെ അവസാന വ്യാഴാഴ്ച ക്ഷേത്രത്തിന്റെ വടക്കൻ വാതിലിലൂടെ പുലയർക്കും പ്രവേശനം അനുവദിച്ചു. ഈ പ്രത്യേക ദിവസം അവർ തങ്ങളുടെ കൈത്തൊഴിലുകൾ വിൽക്കാൻ ആരംഭിച്ചു. ഇത് പിന്നീട് പുലവാണിഭം എന്ന വിപണിയായി വികസിച്ചു. കൊച്ചിയിലെ പള്ളുരുത്തി പ്രദേശത്തെ പ്രധാന ജുമാ മസ്ജിദുകളിലൊന്നാണ് തങ്ങൽ നഗറിലെ മുഹമ്മദ് പള്ളി ജുമാ മസ്ജിദ്. മുസ്ലിം സമൂഹത്തിന്റെ മതപരമായും സാമൂഹികപരമായും സാംസ്കാരികപരമായുമുള്ള ജീവിതത്തിൽ വലിയ പങ്ക് വഹിച്ചിട്ടുള്ളതാണ് ഈ പള്ളി. 18-ാം നൂറ്റാണ്ടിലാണ് ഈ പള്ളി സ്ഥാപിച്ചത്. പെരുന്നാളിനും മറ്റു വിശേഷപ്പെട്ട ദിവസങ്ങളിലും എല്ലാവരും ഒത്തുചേരുന്നതും ഇവിടെയാണ്. പള്ളിക്കരികിലായി വഖഫ് ബോർഡിന്റെ കീഴിലുള്ള 2 ഖബർസ്ഥാനങ്ങളുമുണ്ട്. മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർക്ക് മതവിദ്യാഭ്യാസത്തിനായി പള്ളിയോട് ചേർന്ന് തന്നെ മദ്രസയുമുണ്ട്. അടുത്തതായി കൊച്ചി നഗരത്തിലെ പള്ളുരുത്തി പോലീസ് സ്റ്റേഷൻ പള്ളുരുത്തി നട ബസ് സ്റ്റോപ്പിന് സമീപം അരൂർ തോപ്പുംപടി റോഡിലായി സ്ഥിതി ചെയ്യുന്നു. 1983-ലാണ് പള്ളുരുത്തി പോലീസ് സ്റ്റേഷൻ സ്ഥാപിച്ചത്. ഇത് മട്ടാഞ്ചേരി സർക്കിളിൽ നിന്നും വിഭജിച്ച് രൂപീകരിക്കപ്പെട്ട പുതിയ സർക്കിളിന്റെ ഭാഗമായാണ് സ്ഥാപിതമായത്. ഇത് ജനങ്ങളുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്ന ജനമൈത്രി പോലീസിംഗ് പദ്ധതിയുടെ ഭാഗമായി പ്രവർത്തിക്കുന്നു. പള്ളുരുത്തി പ്രദേശത്തെ പ്രധാന ക്രിസ്ത്യൻ പള്ളികളിൽ ഒന്നാണ് MLA റോഡിൽ സ്ഥിതി ചെയ്യുന്ന സെന്റ് ലോറൻസ് ചർച്ച്. ഇവിടത്തെ പുരോഹിതനായിരുന്ന ഫാദർ സൈമൺ സ്റ്റോക്ക് ആയിരുന്നു ഈ പള്ളിയുടെ സ്ഥാപകൻ. ആദ്യം ഒരു കപ്പേള മാത്രമായിരുന്നു. 19-ാം നൂറ്റാണ്ടിൽ അത് പുതിയ പള്ളിയായി പണികഴിപ്പിച്ചു. മലയാള സംഗീതത്തിന്റെ പ്രിയപ്പെട്ട സംഗീത സംവിധായകനായിരുന്ന അർജുനൻ മാസ്റ്ററുടെ വീടാണിത്. പള്ളുരുത്തിയുടെ സംഗീത പാരമ്പര്യത്തിൽ തുല്യമായിട്ടുള്ള പങ്കുവഹിച്ച വ്യക്തിയാണ് അർജുനൻ മാസ്റ്റർ. തന്റെ ജീവിതത്തിന്റെ വലിയൊരു ഭാഗം പള്ളുരുത്തിയിൽ ചെലവഴിച്ച അദ്ദേഹം 2020 ഏപ്രിൽ 6-ന് അന്തരിച്ചു. ഇനി നമ്മൾ പോകുന്നത് ഫാക്സ് എഞ്ചിനീയറിംഗ് വർക്ക്സിലേക്കാണ്. ഇതാണ് പള്ളുരുത്തിയിലെ ഫാക്ട്. 1943-ൽ തിരുവിതാംകൂർ രാജാവായിരുന്ന ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയുടെ നേതൃത്വത്തിലായിരുന്നു ഇത് സ്ഥാപിച്ചത്. ഇന്ത്യയിലെ വലിയ തോതിലുള്ള ഫെർട്ടിലൈസർ നിർമ്മാണ കേന്ദ്രമാണിത്. ഫാക്ട് വിവിധ ഫെർട്ടിലൈസറുകളും രാസവസ്തുക്കളും ഉൽപ്പാദിപ്പിക്കുന്നു. അമോണിയം സൾഫേറ്റ്, സൾഫ്യൂരിക് ആസിഡ്, കാംപ്രോലാക്ടം, നൈട്രിക് ആസിഡ്, സോഡ ആഷ് എന്നിവയാണ് പ്രധാന ഉൽപ്പന്നങ്ങൾ. 50 വർഷത്തിലേറെയായി പള്ളുരുത്തിയുടെ ചരിത്രം പറയാൻ കഴിയുന്ന വാപ്പുകാട് ചായക്കടയിലേക്കാണ് നമ്മൾ പോകുന്നത്. പള്ളുരുത്തി വെളി ബസ് സ്റ്റോപ്പിന് സമീപത്തായിട്ടാണ് ഈ ചായക്കട സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് ചായ കുടിക്കാം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വ്ലോഗിലൂടെ എറണാകുളം ജില്ലയിലെ പള്ളുരുത്തി എന്ന എൻ്റെ നാടിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു.